ടൈല്, സാനിറ്ററി ഫിറ്റിങ്സ് ഇതെല്ലാം എടുക്കുന്നൊരു വീഡിയോ, എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഫ്ലോറിങ്ങിലേക്ക് മുഴുവൻ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റാണ് 1800. എൻ്റെ ബാത്റൂമിലെ ഫ്ലോറിലേക്കും ബാത്റൂമിൽ ഒരു ഹൈലൈറ്റ് എടുത്തിരിക്കുന്ന ഇതാണ്. രണ്ടാമത്തെ ബാത്റൂമിലേക്ക് മൂന്നാമത്തെ ബാത്റൂമിലേക്ക് വരുന്ന ഹൈലൈറ്റ് വോൾ കിച്ചണിലോട്ട് എടുത്ത ടൈലാണ് ആക്ച്വലി ഇത് വരും. ഇനിയിപ്പോൾ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും അതിൻ്റെ വോളും ബാൽക്കണിയിലോട്ടാണ്. സിറ്റ് ഔട്ടിലേക്കും സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിലേക്കും എടുക്കുന്ന പ്രൊഡക്റ്റാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അതെ, പിന്നെ നമുക്ക് വർക്ക് ഏരിയയിലോട്ട് ഇത് മതി. ഡൈവേർട്ടിന്റെ ട്രിം കുറച്ചുകൂടി ബ്ലാക്ക്. ഇതിനെന്ത് റേറ്റ് വരുന്ന പോലെ അല്ല, ഭാഗം ഗ്ലോസി ആണ്. നമസ്കാരം. ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എൻ്റെ വീട് ആനന്ദം എന്ന് പറയുന്ന സീരീസിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ടൈൽ എടുക്കുന്ന വീഡിയോ. എൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങൾ ടൈൽ എടുക്കുന്ന വീഡിയോ ചെയ്യണം, അതിനുശേഷം ലേയിങ്ങിൻ്റെ വീഡിയോ ചെയ്യണം. ലേയിങ്ങിൻ്റെ വീഡിയോയും വരും. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ടൈല് മാത്രമല്ല, ടൈല്, സാനിറ്ററി ഫിറ്റിങ്സ് ഇതെല്ലാം എടുക്കുന്നൊരു വീഡിയോ, എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്തുകൊണ്ട് അത് എടുത്തു, ജസ്റ്റിഫിക്കേഷൻസ് 100% ഉണ്ടാവും, എത്ര പ്രൈസായി എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ ജയശങ്കർ, ഹൊമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്. എൻ്റെ വീട് ആനന്ദത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഞാൻ എവിടുന്ന് എടുക്കുന്നു എന്നുള്ളൊരു പ്രധാന സംഗതിയാണ്. എടുക്കുന്നത് സിൽവാൻ ടൈൽസിൽ നിന്നാണ്. ഇത് അലക്സാർ നമ്മുടെ ഒപ്പമുണ്ട്. അതായത് സിൽവാൻ മുസ്തഫായിട്ടും അതുപോലെ ഇവരൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയ കാലം തൊട്ടുള്ള ഒരു കണക്ഷനാണ്. അന്ന് കണ്ടന്റിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോഴത്തേക്ക് ആ ബന്ധം ഇപ്പോഴും തുടർന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് എൻ്റെ ഇതിലോട്ട് ഞാൻ ഒരുപാട് ടൈൽ ഷോപ്പുകൾ വീഡിയോ എടുത്തിട്ടുണ്ട്. വീട്ടിലോട്ട് എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് എനിക്ക് വേറൊരു ഓപ്ഷൻ എന്നതുപോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഓപ്ഷനബിൾ ആയിരുന്നില്ല. ഈ ഒരൊറ്റ സാധനമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരൊറ്റ ഷോപ്പായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സാർ, അതിന് വളരെ ഒരു വലിയ നന്ദി ഞാൻ അറിയിക്കുന്നു. അജയ് സാർ, അതിന് വല്ല എന്തെങ്കിലും ഞങ്ങളെ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ സാർ? ഒറ്റ റീസണാണ്. അതിലൊരു സിംഗിൾ റീസൺ ഞാൻ പറയാം. ഒന്ന്, ഞാൻ മലയാള മനോരമ എന്ന് പറയുന്ന ഫേമുമായിട്ട് ഒത്തിരി ബന്ധപ്പെടുന്ന ഒരാളാണ്. അവരുടെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്, എന്തിനും ഏതിനുള്ള ഒരു പ്രൊഫഷണലിസം. ഒന്നത് ഞാൻ മുസ്തഫയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്റ്റാഫെല്ലാം മലയാള മനോരമയുടെ പ്രൊഫഷണലിസമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ ഷോപ്പുകളിൽ എവിടെ ചെന്നാലും ഒരേ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ്. അത് എനിക്കെന്നല്ല, വരുന്ന എല്ലാവർക്കും. പിന്നെ പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി പറഞ്ഞാൽ മുസ്തഫയായിട്ടുള്ളൊരു വലിയ ഒരു അടുപ്പം എനിക്കതിനകത്ത് ഉണ്ടെന്നുള്ള കൂട്ടിക്കൊള്ളു. ഈ രണ്ട് കാര്യങ്ങളാണ്. സാറേ, നമുക്ക് എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. ഫസ്റ്റ് ഞാൻ എടുക്കുന്ന സമയത്ത് മാറ്റ് ഗ്ലോസി, ഈ രണ്ട് കോൺട്രാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ എടുത്തതാണ് മാറ്റ് ഫിനിഷ്. അതിൽ നമ്മുടെ ഫ്ലോറിങ്ങിലേക്ക് മുഴുവൻ എടുത്തിരിക്കുന്ന പ്രൊഡക്റ്റാണ് അസർവയുടെ. ഇതിൻ്റെ പേര് പറയാമോ സാറേ? അസർവയുടെ അർമാനി ഗ്രേ മാറ്റ് കാർവിംഗ് സീരീസ് ആണ്. കാർവിംഗ് സീരീസ്. ഇത് പോർ സീരീസ് എന്ന് പറയും. പോർഷ് ഏറ്റവും ലേറ്റസ്റ്റ് ആണിത്. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് എന്താ പറയുക, സ്റ്റെയിന് അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പിൻ്റെ പാടുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് പിടിച്ചു നിൽക്കില്ല. മാത്രമല്ല സ്ക്രാച്ച് എന്ന് പറയുന്നത് സ്ക്രാച്ച് ഫ്രീ ആണ്. 100% സ്ക്രാച്ച് ഫ്രീ ആണ്. അതെ, അങ്ങനെ വരുന്നൊരു പ്രോഡക്റ്റ് ആണ്. അതാ കാണാൻ പറ്റും. ആ ടിഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാർവിങ്ങിന്റെ ടിഞ്ചസ്. ഇതൊരു ബേബി സാറ്റിൻ എന്നുള്ള കണത്തിൽപ്പെടുത്താം. ബേബി ഫിനിഷ് എന്ന് പറയും, സാറ്റിൻ ഫിനിഷ് എന്ന് പറയും. ആ ഫിനിഷിൽ വരുന്നതാണ്. പക്ഷേ ലേറ്റസ്റ്റ് ഇതിന് എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ പേര് പുതിയ ഇതിൽ എടുത്തേക്കുന്ന 4 സീരീസ് എന്ന് പറയുന്നത്. 4 സീരീസ് അല്ലേ? ഇതിന്റെ സൈസ് വരുന്നത് 6x4 ആണ്. 6x4 സീരീസ്. 1800 തിക്നെസ് വരുമ്പോൾ 9mm ആണ്. 9mm. ഇതിൽ MRP സർവീഡ് ഇട്ടിട്ടുണ്ട്. പക്ഷേ MRP നോക്കണ്ട സാർ. ഇതൊരു കസ്റ്റമർക്ക് എത്ര രൂപയ്ക്കാണ്? നമ്മൾ 98 ഇപ്പോൾ ബില്ല് ചെയ്യുന്നത്. ഇത് കൊടുത്തോണ്ടിരിക്കുന്നത്. എല്ലാ റൂമിലേക്കും ഈ പ്രോഡക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. കിച്ചണിൽ വ്യത്യാസമുണ്ട്, അത് കാണിക്കാം. ബാത്റൂമിൽ വ്യത്യാസമുണ്ട്, അത് കാണിക്കാം. സിറ്റ് ഔട്ടിൽ, ബാക്കി എല്ലാ ഏരിയയിലോട്ടും വന്നിരിക്കുന്ന പ്രോഡക്റ്റ് ഈ സിംഗിൾ പ്രോഡക്റ്റാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഒറ്റ പ്രോഡക്റ്റ് കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഒറ്റ പ്രാവശ്യം വന്ന് ഇത് കണ്ടിട്ട് ഞാൻ പറയരുതാ ഈ സാധനം മതി എന്ന് പറഞ്ഞിട്ടാണ് പോയത്. തീർച്ചയായിട്ടും. സാറേ, നമുക്ക് നമ്മുടെ ബാത്റൂമിലേക്ക് വിരിച്ച ടൈല്, ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും കുറച്ച് ഏരിയ കുറവായിരിക്കും. അങ്ങനെയുള്ളിടത്ത് ഞാൻ സെലക്ട് ചെയ്ത ടൈലാണ് അതും കാർവിംഗ് സീരീസ് തന്നെയല്ലേ? അത് കാർവിംഗ് സീരീസ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് കാർവിംഗിൽ ഏറ്റവും എന്താ പറയുക, ഗ്ലിറ്ററിംഗ് ആണ്. അത് ഗ്ലിറ്ററിംഗ് ആണ്. ഇതെന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ വീഡിയോയിൽ പറഞ്ഞു കൊടുക്കാനായിട്ടൊരു ഒറ്റ സംഗതിയുള്ളൂ. നമ്മൾ ഇച്ചിരി മുന്നേ കണ്ടത് ഒരു ബേബി സാറ്റിനായിരുന്നു. ഇത് കുറച്ചുകൂടി ഗ്രിപ്പുള്ളൊരു സീരീസാണ്, ഗ്രിപ്പുള്ള പ്രൊഡക്റ്റാണ്. എൻ്റെ ബാത്റൂമിലെ ഫ്ലോറിലേക്കും അതിൻ്റെ വോളിലേക്കും ഒരേ സംഗതി എടുത്തിരിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും വലിയതാകുമ്പോൾ വേസ്റ്റ് വരാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ നമ്മളവിടെ ഇതിൻ്റെ ടൈൽ ലേയിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ള ഡ്രോയിങ് എടുത്തിരുന്നു. അത് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്.
സാർ ഇതിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാട്ടെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇത് കാർവിംഗ് ഡിസൈനാണ്. കാർവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ 50 രൂപയ്ക്ക് കാർവിംഗ് കിട്ടും, 45 രൂപയ്ക്ക് കാർവിംഗ് കിട്ടും. പക്ഷേ ഈ കാർവിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഗ്ലിറ്ററിംഗ് ആണ്. അതൊരു ഷൈനിങ് എപ്പോഴും ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിലും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ സ്ക്രാച്ച് പ്രൂഫ് ആണ്. സ്ക്രാച്ച് പ്രൂഫ് ആണ്, നമുക്ക് സ്റ്റെയിൻ പിടിക്കില്ല. 100% സ്റ്റെയിൻ ഫ്രീ ആണതും. പലരും ചോദിക്കുന്ന ഒരു സാധനമായി മാറ്റി ഉപയോഗിച്ച് കഴിയുമ്പം നിങ്ങൾക്കത് കഴുകാനായിട്ട് അതുപോലെ വൃത്തിയാക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരേ എഫേർട്ടാണ്. തീർച്ചയായിട്ടും ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഗ്ലോസിൽ വരുമ്പോഴത്തേക്കും ഇതൊക്കെ സ്ക്രാച്ച് ഫ്രീ എന്നേ പറയാൻ പറ്റില്ല. ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ആ സ്ക്രാച്ച് വരില്ല എന്ന് പറയുന്ന സാധ്യതകളോട്ട് എത്തുന്നത്. ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞാൽ ഫുള്ള് ഫ്ലോറും വോളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ കൺസീൽഡ് ടാങ്ക് വരുന്ന ആ ഏരിയയിൽ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നു. സാർ ഇതിൻ്റെ റേറ്റ് കൂടെ പറഞ്ഞേക്കാവോ? ഇതിന് നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 80 രൂപയാണ്. 80 രൂപ. സൈസ് വരുമ്പോൾ ഇത് എത്ര സൈസ്? 160, 1600, 800, 160, 80. തിക്നെസ് പറഞ്ഞാൽ എല്ലാം ISO സ്റ്റാൻഡേർഡ് അനുസരിച്ച് 9 mm ആണ്. ഇതെല്ലാം ഞാൻ എപ്പോക്സി ചെയ്താണ് വിരിക്കുന്നത്. 3mm എപ്പോക്സി ചെയ്തിട്ടാണ് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള എപ്പോക്സി ഫില്ലിങ് കൊടുത്ത് മാത്രമാണ് വിരിക്കുന്നത്. എല്ലാവരോടും പറയാനുള്ളത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ ബാത്റൂമാണ്. എനിക്ക് നമുക്ക് ബാത്റൂമിൻ്റെ ഹൈലൈറ്റർ ഉണ്ട്. ബാത്റൂമിന് ഒരു ഹൈലൈറ്റ് എടുത്തിരിക്കുന്ന ഇതാണ്. ഇത് നമ്മുടെ തന്നെ അസർവയുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്. 120, 60, 1200 സൈസ്. അതായത് 4/2 ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതും 9 mm തന്നെ. 9 mm തിക്നെസ് ആണ്. ഇത് കുറച്ചും കൂടെ ഗ്രിപ്പാണ്. നമുക്ക് എന്താ പറയുക, ഒട്ടും സ്ലിപ്പറി അല്ല, നല്ല ഹെവി മാറ്റാണ്. സ്റ്റോൺ ഫിനിഷിലാണ്. ഇതിന്റെ റേറ്റ് എത്രയാണ്? നമുക്ക് ഇതിന് നമ്മൾ സെല്ലിംഗ് പ്രൈസ് 65 രൂപ. 65 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇനി ഇതിന്റെ 3 ബാത്റൂമാണ് ഉള്ളത്. 3 ബാത്റൂമിലും ഒരേപോലത്തെ ടൈലാണ്. ബാക്കി വോളും അതുപോലെ ഫ്ലോറും ചെയ്യുന്നത്. വേറെ ടൈലുകളൊന്നും പലയിടത്തായിട്ട് മാറ്റിയിട്ടില്ല. അതേസമയം ഹൈലൈറ്റ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് രണ്ടാമത്തെ ബാത്റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും ചെയ്തിരിക്കുന്ന ഹൈലൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതാണ്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൺസീൽഡ് ടാങ്കിൻ്റെ ഏരിയ മാത്രമാണ് ഇത് വരുന്നത് കേട്ടോ. ഇത് വരുന്നത് വേറെ പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇത് കെരാമിക്കിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. കെരാമിക്കാണ് ഇത്. ബാക്കി സൈസ് എല്ലാം പറഞ്ഞത് സൈസ് എല്ലാം ഇതാണ്. ഇത് നമ്മൾ 64 രൂപയ്ക്കാണ് ഇതിന്റെ സെല്ലിങ്. 1 രൂപയുടെ വ്യത്യാസമുള്ളൂ. യെസ്. ഇതിലൊരു പ്രധാന പ്രത്യേകത പറയാം. നമ്മുടെ സിൽവാന്റെ മാത്രമേ പ്രത്യേകതയാണ്. കാര്യം ഞാനത് സാറിനോട് ചോദിക്കുന്നു, സാറിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ശരിയല്ല. അതായത് നമ്മുടെ ഇവിടെ എവിടെയും സർവീസ് ചെയ്യുന്ന, ഏത് സമയത്തും സർവീസ് ചെയ്യുന്ന ഒരു ഫേമാണ്. നിങ്ങളിവിടെ ഏത് നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ എടുത്തെന്ന് പറഞ്ഞാലും ഡയറക്റ്റ് അവിടെ കൊണ്ട് പർച്ചേസ് തരും എന്നുള്ളതാണ്. അതെ തീർച്ചയായിട്ടും അവിടെ എത്തിക്കും. അതിനുള്ള സർവീസ് കൊടുക്കും, തികയാതെ വന്ന് എത്തിച്ചു കൊടുക്കും, ഒട്ടിയെ മാറ്റി കൊടുക്കും, എല്ലാ സർവീസും കിട്ടും. ഇതൊക്കെയാണ് എടുക്കാനായിട്ടുള്ളൊരു റീസണിൽ ചേർന്ന് വരുന്നത്. രണ്ടാമത്തെ നമ്മുടെ 3ാമത്തെ ബാത്റൂമിലേക്ക് വരുന്ന ഹൈലൈറ്റ് വോളാണ്. ഇത് ജെനസിസ് നീറോ. ഇത് നമ്മുടെ ജോൺസന്റെ പ്രൊഡക്റ്റ് ആണ്. ജോൺസൺ ആണ് ഇത്. 3 ഹൈലൈറ്റും 1 അസർവയാണ്, 2 നമ്മളെ കെറാമിക്കാണ്, 3 ജെനസിസ് നീറോ ജോൺസന്റെ പ്രൊഡക്റ്റ് ആണ്. ഇതിലെത്രയാണ് സാർ റേറ്റ് വരുന്നത്? ഇതിന് നമ്മൾ സെല്ലിംഗ് പ്രൈസ് 78 രൂപയാണ്. ഓക്കെ, റേറ്റ് വ്യത്യാസമുണ്ട് മറ്റേതിനേക്കാൾ. ഇതാണ് 3 പ്രൊഡക്റ്റുകൾ നമ്മൾ ഹൈലൈറ്റ് വോളായിട്ട് കാണിച്ചത്. ഇനി നമുക്ക് ബാത്റൂമിന്റെ ഫ്ലോർ കാണിച്ചിട്ട് ബാത്റൂം വോളിലോട്ട് പോകാം. തീർച്ചയായിട്ടും. നമ്മൾ ഇവിടെ ഏത് ടൈൽ എടുക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ കളർ പാലറ്റ് അതിൻ്റെ കളർ കോമ്പിനേഷൻ, ടൈലിൻ്റെ കളർ കോമ്പിനേഷനായിട്ട് ചേർന്ന് പോകണം എന്നുള്ള നിർബന്ധം ഉണ്ടാകും. അത് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അതിന് പ്രകാരം നമ്മുടെ കിച്ചണിലോട്ട് എടുത്ത ടൈലാണ് ആക്ച്വലി ഇത് വരുമ്പോൾ 4/2 സൈസേ ഉള്ളൂ. 4/2 സൈസേ ഉള്ളൂ. ഇത് ജോൺസന്റെ ഓക്സൈഡ് ബ്ലൂ ഈ ഒരു കളർ സെലക്ട് ചെയ്യാൻ വല്ല കാരണമുണ്ടോ? റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പായൽ പിടിച്ചതുപോലെ, ഒരൊറ്റ വാക്കിൽ പെട്ടെന്ന് പറഞ്ഞു തരാനായി കഴിഞ്ഞാൽ ഇതിനൊരു ഗ്രിപ്പുണ്ട്, നല്ല ഗ്രിപ്പുണ്ട്. ഒരു പായൽ പിടിച്ച പോലെ കളറാണ് വരുന്നത്. ഇതിൻ്റെ ഈ കളർ പാലറ്റ് ചെയ്ത്, അതായത് ഈ ഫുൾ ബ്ലൂ, ഡാർക്ക് ബ്ലൂ അല്ല, ഇതിൻ്റെ ലൈറ്റ് ആയിട്ട് പാലറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കിച്ചണിൻ്റെ ബാക്കിയുള്ള ഇന്റീരിയർ കബേർഡുകളിലൊക്കെയുള്ള കളർ കയറി പോകുന്നത്. പിന്നെ ഈ പറയുന്ന ബ്ലാക്ക് ഡിസൈൻ, ആ ഒരു ബ്ലാക്ക് ബ്ലൂ കോമ്പിനേഷൻ കിച്ചണിനുള്ളിൽ വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ടാണ് ആക്ച്വലി ഈ പ്രോഡക്റ്റ് തന്നെ ഞാനിത് പർച്ചേസ് ചെയ്തത്. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ എനിക്ക് ഇത് തന്നെ വേണം എന്ന് വിളിച്ച് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ ചെയ്തത്. ഇതിന് തന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത്. സാർ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാട്ടെ. 9 mm തിക്നെസ്. 9 mm തിക്നെസ്. പിന്നെ ഈ പ്രൊഡക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഒരു മൾട്ടി കളർ ഫീൽ ചെയ്യും. പിന്നെ ഓക്സൈഡ്, ആ ഒരു ഓക്സൈഡും ബ്ലൂവും കൂടെ മിക്സ് ആണ്
ആണ്. പിന്നെ നല്ല പക്ക മാറ്റമാണ്. നല്ല പക്ക മാറ്റമാണ്. കിച്ചണിൽ പറ്റിയ കിച്ചണിൽ ഏറ്റവും ബെസ്റ്റ് ടൈല്. ഇത് വിരിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇതിന് ഭംഗി മനസ്സിലായത്. ഒറ്റയ്ക്ക് അതിന് ഭംഗി മനസ്സിലാവും. ഇതും അതിന്റെ ലൈറ്റ് കോമ്പിനേഷൻ കൂടെ വരുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യും. കറക്റ്റ്. ഇതിൽ സാറേ എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം? ഇതിന് നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 72 രൂപയാണ്. 72. ഇതൊക്കെ MRP കിടക്കുന്ന ഒന്നുമല്ല. ഇവിടുന്ന് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ റേറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ് കാര്യം. ഇനിയിപ്പോൾ കിച്ചണിന്റെ അതായത് കൗണ്ടർ ടോപ്പും അതിന്റെ വോളും പലരും ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ഒന്ന് നമ്മുടെ നാനോ വൈറ്റ് ആണെങ്കിൽ, 2 ബ്ലാക്ക് ആണ്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന കളറാണെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റ്. ശരിയല്ലേ? പക്ഷേ നമ്മളവിടെ എന്തുകൊണ്ട് ഇത് വരുന്നു, ഞാൻ എല്ലാത്തിനും ജസ്റ്റിഫിക്കേഷൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കത് ആവശ്യമുള്ളത് കൊണ്ടാണ്. അതിൻ്റെ റീസൺ ഒന്ന്, നമ്മൾ കുറച്ചു മുന്നേ അപ്പുറേ പറഞ്ഞത് തന്നെയാണ്, കളർ കോമ്പിനേഷൻ ഒരു പ്രധാന സംഗതിയാണ്. അത് നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് ഫുൾ ബോഡി വെട്രിഫൈഡ് ആണ്. കളർ ബോഡി അല്ല, ഫുൾ ബോഡി വെട്രിഫൈഡ് ആണ്. അതിൻ്റെ തന്നെ ഒരു മാറ്റ് ഫിനിഷ് ആണ് എടുത്തിരിക്കുന്നത്. സാർ ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഫുൾ ബോഡി വെട്രിഫൈഡ്, പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? ഫുൾ ബോഡി വെട്രിഫൈഡ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷ് ആണ്. പിന്നെ ഇത് സാധാരണ പോലെ തന്നെ 9 mm തിക്നെസ്സിൽ തന്നെയാണ് നമ്മുടെ എടുക്കുന്ന ഈ സാധനങ്ങളുള്ളത്. അപ്പോൾ ഇതും ഒട്ടും സ്ലിപ്പറി അല്ല, സ്ലിപ്പ് ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയിൻ ഫ്രീ ആണിത്. അതുപോലെ സ്ക്രാച്ച് പ്രൂഫ് ആണ്. ഇതിന് പലർക്കും സംശയം തോന്നാം, അത് സാറ് തന്നെ പറഞ്ഞാട്ടെ, ഇത് ഫുൾ ബോഡി വെട്രിഫൈഡ് ആയാലും 9 mm തിക്നെസ് കൗണ്ടർ ടോപ്പ് ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അത് നമ്മൾ പരമ്പരാഗതമായിട്ട് അങ്ങനെ വിരിച്ച് പിന്നെ സൈഡ് മോൾഡിങ് തിക്നെസ് കൂട്ടി കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കിച്ചൺ അത് എടുക്കുന്നത്. നമുക്ക് നോർമൽ യൂസിന് ഇത് മതിയല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മേലുള്ള കട്ടിങ് വാഷിങ് കാര്യങ്ങളൊക്കെ നടക്കാൻ ഇത് മതി, ധാരാളം മതി. പിന്നെ ഈ പറഞ്ഞ പോലെ 9 mm തിക്നെസ് ആകുമ്പോഴത്തേക്കും സാറ് പറഞ്ഞ പോലെ മോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് അതേ കളർ നമുക്ക് ഇതിനുള്ളിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതോടെ 2 കളർ ആവില്ല, ഒറ്റ കളർ. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന തീം കൺസെപ്റ്റ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ബേസിക് സാധനം. ആ ഒരു എസ്തെറ്റിക്സിനെ ഒട്ടും കൈവിടാതെ ചെയ്യുക. സാർ ഇതിന്റെ റേറ്റ് കൂടെ പറഞ്ഞാട്ടെ. ഇത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 78 രൂപയാണ്. ഫുൾ ബോഡി മാറ്റ് അസർവ തന്നെയാണ്. സിൽവാന്റെ തന്നെ സീരീസ് ആണ്. ഇത് തന്നെയാണ് നമ്മൾ വോളിൽ ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഫുള്ള് മാറ്റ് ആണ്. അത് ഇതും മാറ്റ് ആണ്. പക്ഷേ ഇതിന്റെ അവിടെ ഗ്ലോസി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ പ്രോഡക്റ്റിന്റെ ഗ്ലോസി ഇവിടെയുണ്ട്. നമ്മൾ എടുക്കുന്നതല്ല, ഗ്ലോസി ആവശ്യമുള്ളവർക്ക് ഗ്ലോസിയും കിട്ടും. സെയിം സാധനം കിട്ടും. ഇനി സാറേ നമ്മൾ ഇത് ബാൽക്കണിയിലോട്ടാണ്. ബാൽക്കണിക്ക് എടുത്താണ്. വെറൈറ്റി സാധനമാണ്. കാര്യം ഇതിനകത്ത് 2 കാര്യങ്ങൾ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇതിനൊരു മുഴപ്പുണ്ട്. ഉണ്ട്. കല്ല് പെറുക്കി വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും. അസൽ സ്റ്റോൺ ഫിനിഷ് ആണിത്. ഒരു മുഴപ്പ് ഫീൽ ചെയ്യും. സാറേ ഇത് ഏതിന്റെ അസർവടയാണോ? അല്ല, ഇത് നമ്മളിപ്പോ പുതിയതായിട്ട് എടുത്തേക്കുന്നതാണ് കസൽബിയാങ്ക എന്ന് പറഞ്ഞിട്ടാണ് ബ്രാൻഡാണ്. അതെ. തിക്നെസ് 9 mm തിക്നെസ്. ഇതിന്റെ പേര് പിന്നെ സ്പ്രിങ്കിൾ സ്റ്റീൽ ഗ്രേ. സ്പ്രിങ്കിൾ എന്ന് പറയാനായിട്ടുള്ള റീസൺ ഉണ്ട്. ആ സ്പ്രിങ്കിൾനെസ്സിനകത്ത് നമ്മളിങ്ങനെ വെള്ളം കൊടുത്ത പോലെ ഉണ്ടോ? അതെ, ഇടയ്ക്കിടയ്ക്ക് തിളങ്ങുന്ന ഗ്ലിറ്ററിങ് ഫീൽ ഉണ്ട്. പിന്നെ ഇത് പറഞ്ഞതുപോലെ ഈ മുഴപ്പുകൾ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് തൊടുമ്പോൾ, എനിക്കത് വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്നറിയത്തില്ല, ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാമായിരിക്കും, അല്ലെ അനുഭവിക്കുന്നുണ്ടോ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. 4x2 സൈസാണ്. 4x2 സൈസാണ്. ഇത് ഇക്കണോമി റേഞ്ചും കൂടെയാണ്. എത്ര വരും? നമ്മളിത് നോർമലി ഇത് സെല് ചെയ്യുന്നത് 52 52 രൂപയ്ക്കാണ് വിൽക്കുന്നത്. വീട്ടിൽ 2 ബാൽക്കണികളുണ്ട്. ആ 2 ബാൽക്കണികളിലോട്ട് ഇതാണ് പോകുന്നത് കേട്ടോ. വെട്രിഫൈഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് സാറേ നമുക്ക് സിറ്റ് ഔട്ട് ആണ്. ഇനി ബാക്കി സിറ്റ് ഔട്ടിലേക്ക് നമ്മുടെ തീം നമ്മൾ കൊണ്ടുവന്നു. അത് പിന്നെ മാറ്റിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് അതുകൂടെ കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ നമ്മൾ ഈ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ചെരുപ്പിടുന്ന പോലെയാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഓപ്പൺ സിറ്റ് ഔട്ടാണ്. ഓപ്പൺ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു, അലക്സാറിനോട് ചോദിച്ചാൽ അറിയാം, ഒത്തിരി പണിയെടുത്തിട്ടുണ്ട് ഈ സാധനം സെലക്ട് ചെയ്യാനായിട്ട്. കുറേ ദിവസങ്ങളോളം മെനക്കിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ. ഇത് ഏറ്റവും ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യും. ഇത് ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വീട്ടിലോട്ട് എടുത്തിട്ടില്ല. ഈ സാധനം ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. കരിങ്കല്ല് പോലെ, അതായത് ഞാൻ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തത് ബാംഗ്ലൂർ ടൈലിൻ്റെ ഒരു ഫീലാണ്. ആ ഒരു ഫീല്. പിന്നെ ഒരു ഗ്രീനിഷ് ടിഞ്ച് ഉണ്ട്. സാർ ഇതിൻ്റെ ഒരു സ്പെക്ക് പറഞ്ഞാട്ടെ. ഇത് ഫുൾ ബോഡിയാണ്. 15 mm തിക്നെസ് ഉണ്ട്. 15 mm തിക്നെസ് ഉണ്ട്. മാത്രമല്ല ഇത് മാറ്റ് ഫിനിഷ് ആണ്. നിങ്ങൾക്ക് പിന്നെ കുത്തി വരയ്ക്കുകയോ പിന്നെ കുട്ടികൾ ഓടി കളിക്കുകയോ പന്ത് കളിക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് എന്താ പറയുക, ട്രോളി അടക്കം ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത്രയും ഹെവി മെറ്റീരിയലാണിത്. ഇതെടുക്കാനായിട്ടുള്ള റീസൺ കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ കിച്ചണിൽ പറഞ്ഞ പോലെ ഒന്ന് ഗ്രാനൈറ്റ് ഉണ്ട്, മാർബിൾ നമ്മൾ ഒഴിവാക്കി. പിന്നെ എല്ലാവരും എടുക്കുന്ന ഗ്രാനൈറ്റാണ്. ആ തിക്നെസ്സിൽ ഏകദേശം അതിനോടൊപ്പം തിക്നെസ്സിൽ നമുക്ക് വരുന്നൊരു പ്രോഡക്റ്റ്. പിന്നെ വീടിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഒരു ഗ്രാനൈറ്റ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ എടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത് എടുക്കുന്നത്. സാർ ഇതിൻ്റെ റേറ്റ് കൂടെ ഒന്ന് പറയാം. ഇത് നമ്മൾ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 225 225 രൂപയാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുന്നത്. സൈസ്
സൈസ് ഒന്ന് കൃത്യമാക്കി. സൈസ് എന്ന് പറയുന്നത് 2400 സൈസാണ്. അതായത് 2 മീറ്റർ 40 സെന്റിമീറ്റർ ഹൈറ്റും 80 സെന്റിമീറ്റർ വീതിയും. 80 സെന്റിമീറ്റർ വീതി. ഈ പ്രോഡക്റ്റ് നമ്മുടെ സിറ്റ് ഔട്ടിലേക്കും സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിലേക്കും എടുക്കുന്ന പ്രോഡക്റ്റാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് അത് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് നമുക്ക് ഒന്നുകൂടെ വ്യക്തമാക്കി തന്നു കഴിഞ്ഞാൽ തൊടുമ്പം തന്നെ ആ ഒരു റഫ്നെസ് നമുക്ക് കിട്ടും. നമ്മുടെ സിറ്റ് ഔട്ടുകളിലെ നമ്മുടെ സ്റ്റെപ്സിൽ എന്താ വരണോ ആ ഒരു ഫീലോടെ ആ ഒരു ഫിനിഷോടെ വരുന്നൊരു പ്രോഡക്റ്റാണ്. മാത്രമല്ല അഴുക്ക് തങ്ങി നിൽക്കില്ല, ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഇതാണ് എടുക്കുന്നത്. ടൈല് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത സെഗ്മെന്റിലോട്ട് ഇനി ബേസിക് ആയിട്ട് കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കിച്ചൺ സിങ്ക്. അതിന് മുന്നേ പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ പരിചയപ്പെടുത്തരാം. ചേട്ടാ വൈഫ്, ഇദ്ദേഹം നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. വിദേശത്ത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? പേര് പറഞ്ഞേട്ടാ ആദ്യം. എൻ്റെ പേര് ജോൺ സാമുവൽ. സ്ഥലം കൊട്ടാരക്കരയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാ നാട്ടിലെത്തിയത്? ഇന്ന് രാവിലെ നാട്ടിലെത്തി. കൊട്ടാരക്കരയിൽ നിന്ന് രാവിലെ ഇവിടെ എത്തി. എന്നെ കാണാനായിട്ട് നിന്നാണ്. എനിക്ക് ഒന്ന് കുറേ ഏറെ നേരം 8:30 മണിക്കൂടെ വന്നത്. ഞാൻ വരുമ്പോഴത്തേക്കും 12 മണിയായി. അപ്പോൾ അദ്ദേഹം ഉണ്ട് ഇവിടെ. ഇനി നമ്മുടെ ഇതെനിക്ക് പറഞ്ഞു തരാൻ പോണത് ഇദ്ദേഹമാണ്. ഞാൻ വീട്ടിലോട്ട് എടുക്കുന്ന കിച്ചൺ സിങ്ക് ഇതാണ്. ഞങ്ങൾ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതാണ്. ഇത് മൊത്തം ഇതിപ്പോൾ ജസ്റ്റ് നമ്മളിതിൻ്റെ ഔട്ടർ മാത്രമാണ് കാണുന്നത്. മൊത്തം ഒന്ന് വെച്ച് പറഞ്ഞ് കാണിച്ചു തന്നാട്ടെ. നമുക്കിതിൽ ആദ്യമായിട്ട് വരുന്നത് ഇതിൻ്റെ സൈസിനാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, 30 × 18 × 9 എന്നാണ് ലെങ്ത്താണ്. അതുപോലെ 30 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. 18 നോർമൽ ഒരു 1.5 അടിയാണ് ഇതിൻ്റെ വീതി വരാം. ശരി. അതിൽ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഒരു കാര്യം പറയാം, നമുക്കൊരു ടാപ്പ് ഇൻക്ലൂഡഡ് ആണ്. ടാപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ ടാപ്പ് അല്ല, ഒരു പുൾ ഔട്ട് ടാപ്പാണ്. ടാപ്പ് പോലെ. അതെ. പിന്നെ അത് മാത്രം ഇത് മാറ്റി വേറെ വെക്കാൻ പറ്റും. ഉപയോഗിക്കാം. ഇതിന്റെ വേറൊരു മെയിൻ ഫീച്ചർ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ റീൽസിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു ഐറ്റാണ്. ഇപ്പഴത്തേക്ക് തിരിച്ചാൽ നമുക്ക് ഇവിടുന്ന് വെള്ളം വരും. ചെറിയ, അതായത് നമുക്ക് ഒരു വാട്ടർഫാൾ പോലെ വാട്ടർ കൺസംഷൻ കുറയ്ക്കാം. അതെ. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഒരു ലിക്വിഡ് ഡിസ്പെൻസർ വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമുക്കൊരു കട്ടിംഗ് ബോർഡ് വരുന്നുണ്ട്. ഇതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന സാധനങ്ങളല്ലേ? അതെ. ഇത് നമുക്ക് വരുന്നത് വെജിറ്റബിൾസ് ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ഇത് തിരിച്ചാൽ ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ട് ചാടും. അപ്പോൾ നമുക്ക് കഴുകാനും നമുക്ക് ഈസിയാണ്. അടിയിലോട്ട് വെക്കാം. അതെ. അതേപോലെ പിന്നെ വരുന്നത് ഒരു ട്രേ. ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതായത് ഇതാണ് പ്രോഡക്റ്റ്. അതെ. ഇതിൽ പിന്നെ വേറെ നമുക്ക് എക്സ്ട്രാ ഈ ഒരു ഹോൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് വാഷർ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, ഇത്രയാണ് ഈ പ്രോഡക്റ്റിൻ്റെ കേസിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. അതെ. അലക്സാറ, ഞാൻ ചോദിക്കട്ടെ, ഇതിന് ഏകദേശം എത്ര രൂപയാവുന്നുണ്ട്? ഇതിന് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 23,000 രൂപയാണ്. 23,000 രൂപയ്ക്ക് അതിൻ്റെ ഫുൾ ഇതല്ല ഇൻക്ലൂഡിങ് ടാപ്പ്. യെസ്. ഇതിന് ടാപ്പ് നമുക്ക് മാറ്റി വേണേൽ ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും മെയിൻ കിച്ചണിലോട്ട് ഇത് യൂസ് ചെയ്യാൻ വേണം, വർക്ക് ഏരിയയിലോട്ട് കുറഞ്ഞെടുത്താൽ മതിയാവും. അതെ. മതി. ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി മാത്രമല്ല ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രഷർ പമ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ടാങ്ക് നല്ല ഹൈറ്റിലായിരിക്കണം. ഫുൾ ഫോഴ്സ് ടാങ്കിലെ ഹൈറ്റ് കൂടുതലായിരിക്കണം. മെയിനിലോട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അല്ലാതെ കിച്ചണിലോട്ട് എടുക്കുന്ന പ്രോഡക്റ്റ് ഇതാണ്. ഇത് വേണമെങ്കിൽ ഇതാണ് പ്രോഡക്റ്റ്. നോർമലി ഉള്ള SS-ന്റെ തന്നെ. ഇതിപ്പോൾ എല്ലാവർക്കും ഡബിൾ ബോൾ സിംഗിൾ ബോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എൻ്റെ വർക്ക് ഏരിയയിലിട്ട് ഇത് മതി. കാര്യം അത്ര എക്സ്പെൻസീവ് ആവാനായിട്ടുള്ള ഒരു സംഗതി. ഇത് സാർ എത്ര റേറ്റ്? ഇത് നമ്മൾ വിൽക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 4,800 രൂപയാണ്. 4,800 രൂപയാണ്. ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത ഏരിയയിലോട്ട് നീങ്ങാം. നമ്മുടെ കൺസീൽഡ് നമ്മൾ നോർമലി ഉപയോഗിക്കുമ്പോൾ WCC യൂസ് ചെയ്യുമ്പോൾ ഏത് യൂസ് ചെയ്യുമെന്ന് പലരും ചോദിക്കും. എനിക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കൺസീൽഡ് വാട്ടർ ടാങ്ക് തന്നെയാണ് യൂസ് ചെയ്യാൻ. പലരും അടുത്ത് ചോദിച്ചാണേ, നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ നിങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നില്ല, എന്തുകൊണ്ടത് വാങ്ങിയില്ല എന്ന്. അതിൻ്റെ ഒരു റീസൺ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം അതിപ്പം സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളൂ. എല്ലാ ബ്രാൻഡും അറിയില്ല. ഇനി ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പണ്ട് നേരത്തെ ഒരു ടെൻഷൻ ഉണ്ട്, പക്ഷേ ഇപ്പം എല്ലാവരും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈസി സർവീസാണ്. സാറേ, ഇത് ഗബ്രിറ്റിൻ്റെ അല്ലേ? ഗബ്രിറ്റിൻ്റെ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഇപ്പോൾ നമ്മളെ കയ്യിൽ സെറയും സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസീൽഡ് ടാങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഗബ്രിറ്റ് ആണ്. ഇതിന് ഫ്രെയിംലെസ് ഉണ്ട്, ഹാഫ് ഫ്രെയിം ഉണ്ട്, ഫുൾ ഫ്രെയിം ഉണ്ട്. അപ്പോൾ നോർമൽ നമ്മൾ വീടുകളിലേക്ക് നമ്മൾ ഹാഫ് ഫ്രെയിം മതി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് പിന്നെ
ജോയിന്റ് ഫ്രീ ആണ്. യെസ്. ഇതിന് ജോയിന്റുകളില്ല. ഒരു ബലൂണിന്റെ എങ്ങനെയാണോ നിർമ്മിക്കുന്നത് അതാണ് സാധനം കേട്ടോ. ഫ്ലോ മോൾഡിംഗ് ടെക്നോളജി. ഈ മെറ്റീരിയൽ നമ്മൾ കയറ് നിന്നാൽ പോലും ഇത് പൊട്ടത്തില്ല. പിന്നെ ചിലർക്ക് ഒരു ധാരണയുണ്ട് ഈ പ്രശ്നം ഇത് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ലീക്ക് വന്നാൽ ഭിത്തി കുത്തി പൊളിക്കണ്ടേ. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഈ ഒരു സാധനം ഇളക്കിയെടുത്ത് നമുക്കെല്ലാം കൈകൊണ്ട് റിപ്പയർ ചെയ്യാം. 10 years വാറണ്ടി ഉണ്ട്. സർവീസ് ഫ്രീ ആണ്. ഇതൊരു ലിവറാണ് ഇതിനുള്ളിലോട്ട്. ആ ലിവറിന് എന്തെങ്കിലും പ്രശ്നം വരാനുള്ളൂ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാം. സാർ ഇതിന്റെ റേറ്റൂടെ കസ്റ്റമർ റേറ്റൂടെ ഇത് നമ്മൾ ഇപ്പോൾ ഇതിന്റെ സ്ലിം ആണിത്. ഇത് പഴയ കുറച്ചും കൂടെ ഇതായിരുന്നു, കുറച്ചും കൂടെ തടിച്ചുള്ളതായിരുന്നു. ഇപ്പോൾ ഏറ്റവും സ്ലിം ആണ്. ഇതിനിപ്പം റേറ്റ് വന്നിരിക്കുന്നത് 7400 രൂപ. 7400 രൂപയ്ക്ക് ഒരു കസ്റ്റമർക്ക് കിട്ടും. പലപ്പോഴും ബ്രാൻഡ് മാറുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും മാറും കേട്ടോ. ഇനി നമുക്ക് WC ഏതാണെന്ന് നോക്കാം. വീടിന്റെ ഡിസൈൻ, ബാത്റൂമിന്റെ ഡിസൈൻ അതുമായിട്ട് ചേർന്ന് പോകുന്ന രീതി. കാര്യം ഫുൾ മാറ്റ് ആണല്ലോ. മാറ്റാണ്. അതെ. അതുകൊണ്ട് തന്നെ മാറ്റാണ് ഞാൻ ചോദിച്ചത്. സാർ എനിക്ക് സജസ്റ്റ് ചെയ്ത സാധനം എന്താ? ഈ ബ്ലാക്ക് ആണ്. അതും സെറയുടെ മെറ്റീരിയലാണ്. സെറയാണ് മെറ്റീരിയലാണ്. ഇതിലൊരു പ്രത്യേകത സാർ പറഞ്ഞിട്ട് പുറത്ത് മാറ്റാണ്. അതെ, പുറത്ത് മാറ്റാണ്. ഇത് ഫുള്ള് മാറ്റിലാണ് വരിക. അതെ. അതേസമയം തുറന്നു കഴിഞ്ഞാൽ അകത്ത് വരുമ്പോഴത്തേക്ക് ഗ്ലോസിയാണ്, റിംലെസ് ആണ്. ഇതിന് റിമ്മില്ല കേട്ടോ. സാധാരണ നമുക്ക് റിം ഇവിടെ കാണാൻ പറ്റും. ഇതിന് റിമ്മില്ല. റിംലെസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത്. അത് റിംലെസ് ആയതുകൊണ്ട് അകത്ത് ഗ്ലോസി ആയതുകൊണ്ട് വാഷിങ്ങിന് പ്രശ്നമില്ല. ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് മെറ്റീരിയലാണ്. സാറേ ഇതിൽ നമുക്ക് നോർമലി ഇതിന് എത്ര റേറ്റ് വരുന്ന? ഇത് നമ്മൾ നോർമലി സെല്ല് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 11,200 ആണ്. 11,200 രൂപ. ഇതിൽ ഒരു കാര്യം കൂടെ പറയാം. ഇത് ബ്ലാക്ക് മാറ്റ് ആയതുകൊണ്ടാണ് ഈ റേറ്റ്. ഇത് വൈറ്റ് ആണ് സാർ എത്ര? ഇത് വൈറ്റ് ആണ് 8,800 രൂപ വരുള്ളൂ. യെസ്, 3000 രൂപ വ്യത്യാസമുണ്ട് കേട്ടോ. എടുക്കുമ്പോഴത്തേക്ക് എനിക്കത് കുറച്ച് കിട്ടിയെന്ന് പലരും പറഞ്ഞാൽ അതിൻ്റെ റീസൺ. തീർച്ചയായിട്ടും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കണ്ടത് WC. അപ്പോൾ ഇനി നമ്മൾ ബാത്റൂമിലേക്ക് എടുക്കാം. അപ്പോൾ അലക്സ് സാറ് മാറി പേര് പറഞ്ഞാട്ടെ. ഇർഷാദാണ് നമ്മുടെ എന്താ പറയുക വാഷ് ബേസിൻ പറഞ്ഞു തന്ന ആള്. ഇർഷാദെ പറഞ്ഞാട്ടെ, ഇതാണ് നമ്മുടെ അങ്ങോട്ട് എടുക്കുന്ന സെറയുടെ പ്രൊഡക്റ്റാണ്. എന്താണ് ഇതിൻ്റെ സംഗതി പറയും? ഇത് സെറയുടെ ഡൈവേർട്ടിൻ്റെ ട്രിമ്മാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു ഇന്നർ പാർട്ട് ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട്. അത് ഹൈ ഫ്ലോ ഡൈവേർട്ടർ ആണ്. ഹൈ ഫ്ലോ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് പ്രഷർ പമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് വർക്കാവും. കറക്റ്റായിട്ട് ആ പ്രഷർ കിട്ടും. ഏകദേശം നമുക്കൊരു ടാങ്ക് ഒരു 15 അടി ഹൈറ്റ് ഉണ്ടായാൽ മതി. പിന്നെ ഇതിന് മെയിനായിട്ടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു സീരീസിലാണ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ സെറയുടെ റൂബി എന്ന് പറഞ്ഞ സീരീസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ സ്പൗട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ പിന്നെ നമുക്ക് വേറെ ഷവറാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് സിംഗിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതിനൊക്കെ ഏകദേശം എന്നാ റേറ്റ് വരും? ഇതൊക്കെ ഏകദേശം ഒരു 3,500 ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതും അങ്ങനെ തന്നെ. അതേപോലെ ഇതും ആകുമ്പോൾ ഒരു 1,800 ആ റേഞ്ചിലൊക്കെ താഴെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത നമുക്ക് ഷവർ കാണാം. ഷവർ ഇവിടെയാണ്. ഷവർ നമുക്ക് ഈ കൂടത്തിൽ തന്നെ. അതായത് ഇതെല്ലാം ഒരൊറ്റ ഡിസൈൻ എന്നുള്ള സാധനം നോക്കിയാണ് പോയിരിക്കുന്നത്. ഇതാണ് ഷവർ. ഇതാണ് ഷവർ. ഇതിന്റെ കാര്യം ഒന്ന് പറഞ്ഞാട്ടെ. സാധാരണ നമ്മൾ എല്ലാ ഷവറും കാണുന്ന പോലെ ഒരു CPയുടെ കളറിലുള്ള ഷവറല്ല നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ബ്ലാക്കിൽ ചെറിയൊരു വൈറ്റ് ഈ ഒരു നോബ് ബട്ടൺ പോലെ അല്ലേ? അതെ, ബട്ടൺ പോലെ. നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവും. അതേപോലെ തന്നെ കാണാനും കുറച്ചുകൂടി വെറൈറ്റി ആയിരിക്കും. പിന്നെ ഇതിന്റെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റും. ഫ്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കാം. പിന്നെ ഇതിന്റെ ആം നമ്മൾ എടുത്തിട്ടുള്ള 18 ഇഞ്ചിന്റെ ആമാണ്. 18 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ചുമരുമെന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് തള്ളി നിൽക്കും. ഇതിനൊക്കെ ഏകദേശം എന്താ റേറ്റ് വരും? ഇതാകുമ്പോൾ ഏകദേശം ഒരു 1900 താഴെയൊക്കെ വരുന്നത്. ഇതിന്റെ പല സൈസ് അവൈലബിൾ ആണ്. ഇത് നമ്മളിപ്പോൾ എടുത്തുള്ളത് 8.8 ആണ്. ഇതിന് തന്നെ 6.6 ഉണ്ട്, 4.4 ഉണ്ട്, 10.10 ഉണ്ട്. പല സൈസിൽ അവൈലബിൾ ആണ്. പല സൈസിലാണ്. ഇനി ഇതിന്റെ ആംഗിൾ കോക്ക് കൂടെ ഒന്ന് കാണിച്ചു. ആംഗിൾ കോക്ക് നമ്മൾ അതേ സീരീസിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. റൂബി എന്ന് പറഞ്ഞാൽ റൂബി സീരീസ് അല്ലേ? അതെ. അതാകുമ്പോൾ നമുക്കൊരു യൂണിഫോമിറ്റി ഉണ്ടാവും. ഓക്കെ, ഇതിനെന്ത് റേറ്റ് വരുന്ന? ഇതാകുമ്പോൾ ഏകദേശം നമുക്കൊരു 1,800 ആ റേഞ്ച് വരുന്നത്. ഇനി അടുത്ത ഏതാ കാണിക്കാനായിട്ടുള്ള? നമുക്ക് ഹെൽത്ത് ഫോസറ്റ് ആണുള്ളത്. അത് ഇവിടെ ഉണ്ട്. ഹെൽത്ത് ഫോസിന്റെ ഒരു ഏരിയ പ്രത്യേകം ഇവിടെ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കാം. ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹെൽത്ത് വാസറ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സാധാ നോർമൽ ഹെൽത്ത് വാസറ്റ് പോലെയല്ല. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത്. അതാകുമ്പോൾ കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമുക്ക് സാധാ ഹെൽത്ത് വാസറ്റ്സ് പറയുമ്പോൾ ഇതുപോലെ കാരണം ഇത് നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ബെയറിംഗ് ഒക്കെ പോകുന്നതിൻ്റെ റീസൺ ഉണ്ടാവും അല്ലേ? ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. സെറയുടെ തന്നെയാണ്. റേറ്റും കുറവാണ്. ഏകദേശം ഒരു 1,300 ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഒന്ന് നമ്മുടെ വാഷ് ബേസിൻ.
ഇതിൻ്റെ മാറ്റ് അതേ സിമിലർ ആയിട്ട് അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇതിന്. കാരണം വെച്ചാൽ ഇതിന്റെ ഉൾഭാഗം ഗ്ലോസി ആണ്, പുറം ഭാഗം മാറ്റും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കും വളരെയധികം സിമ്പിൾ ആവും. പിന്നെ കാണാനും നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ലുക്ക് ഉണ്ടാവും. റിമ്മായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ടാപ്പ് ഇവിടെ തന്നെയാണ് വെക്കുക. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് അതിൽ കുറക്കാനും വരും. കാരണം സാധാരണ വലിയൊരു പില്ലർ ടാപ്പ് എടുക്കുന്നതിനേക്കാളും വളരെ പ്രൈസ് കുറവാണ്. ഇതിന് എന്ത് റേറ്റ് ഏകദേശം കൊടുക്കാം? ഇതിന് ഏകദേശം നമുക്കൊരു 700 നമുക്കിതിന് വിൽക്കാൻ പറ്റും. ഒരു കസ്റ്റമർക്ക് വിൽക്കുന്ന റേറ്റാണ് പറഞ്ഞത്. ഇത് നമ്മുടെ വീട്ടിലോട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാം കഴിഞ്ഞിരിക്കുന്നു, പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ വീട്ടിലേക്കുള്ള ടൈല്, അത് കഴിഞ്ഞിട്ടുള്ള സാനിറ്ററി ഐറ്റംസ്, ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. എനിക്ക് തോന്നുന്ന ഏകദേശമായിട്ട് 3.7 ആ ഒരു റേറ്റ് ആണ്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ കൂടിയിട്ടാണ്. കാര്യം വലിയ ടൈല് ഓരോന്നിൻ്റെ റേറ്റാണ് ഞാനിപ്പം പറഞ്ഞത്. സെപ്പറേറ്റ് ടോട്ടൽ എമൗണ്ടാണ് ഞാൻ ഏകദേശം പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് ബേസിക്കായിട്ട് എനിക്ക് എല്ലാം ഈ പറഞ്ഞ പോലെ എനിക്കെന്നല്ല, എല്ലാ കസ്റ്റമർക്കും ഇവിടുന്ന് ഡയറക്റ്റ് ഇത് തരും. ഞാൻ എന്തുകൊണ്ട് എല്ലാം ഒരു സ്ഥലത്തുനിന്ന് എടുത്തെന്ന് ചോദിച്ചാൽ ഒറ്റ പർച്ചേസിലെല്ലാം തീരണം. ആ ഒരു കോൺസെപ്റ്റാണ് ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് എടുക്കാൻ. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനം സ്ഥലത്തെത്തും. സർവീസ് എന്ന് പറയുന്ന സംഗതി അലക്സാറ് പലവട്ടം പല വീഡിയോസിൽ അലക്സാറും അതുപോലെ മുസ്തഫയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട് നിങ്ങളുടെ സർവീസ്. ഇപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയുകയാണ്. സർവീസിൽ ഞങ്ങൾ ഒട്ടും പിന്നിലല്ല. യെസ്, തികയാതെ വന്നാലും ഞങ്ങളുണ്ടാവും അവിടെ. അതെ, ഏത് സാധനത്തിനും വേറെ ഇന്ന ബ്രാൻഡൊന്നുമല്ല. ഏത് ഡീലറിന് ഡീൽ ചെയ്യുന്നു, ഡീലർമാരെ ഡീൽ ചെയ്യുന്ന ആളെന്നാണ് അത് കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്ന സംഗതി എല്ലാം സെറ്റാണ്. അടുത്തത് വരുന്ന നമ്മുടെ വിരിക്കുന്ന വീഡിയോ ആണ്, അത് ഇതിൻ്റെ പുറകെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് സാറേ ഞാൻ അതിനൊരു ഈ മാസം അവസാനത്തേക്ക് കയറി താമസിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. സിൽവാൻ ഫാമിലി പൂർണ്ണമായിട്ട് അന്നത്തെ ദിവസം അവിടെ ഉണ്ടാവും. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടായിട്ട് ഇപ്പോൾ വിളിക്കുന്നതല്ല, ഡേറ്റ് എടുത്തിട്ട് വിളിക്കുന്നതായിരിക്കും. നിങ്ങളൊക്കെ വരണം. അതൊരു വർക്കിംഗ് ഡേ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഞാൻ അങ്ങനെ എന്നാൽ പോലും നിങ്ങൾ എന്ത് വർക്കിംഗ് ഡേ ആയാലും ഞങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ സെലക്ട് ചെയ്ത് ഞങ്ങളുടെ ഇന്ന് പ്രൊഡക്റ്റ് എടുത്തു, ഇവിടെ വന്ന് എല്ലാവരെയും കണ്ടു. ഞങ്ങളുടെ ബെസ്റ്റ് സർവീസ് നിങ്ങൾക്കും തരും. തീർച്ചയായിട്ടും ആ വീട്ടിലെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വളരെ വലിയ സന്തോഷം. ഒപ്പം നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും വളരെ വലിയ സന്തോഷം. ഇനിയും വരും അടുത്ത വീഡിയോ വിരിക്കുന്നതാണ്, നിങ്ങൾ കാത്തിരിക്കുക. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. താങ്ക് യു സോ മച്ച്.